This one, koshari mix, Nutella and the pistachio, and Nutella and the pistachio and the lotus, okay? Sorry, Amma. Amma, ശരിക്ക് ബിരിയാണി റെഡിയായി. അടി 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 അടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഫ്രൈഡേ ആണ്. അതുമാത്രമല്ല ഇന്നിവിടെ ഈദിൻ്റെ അവധി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞാനിത് ലഞ്ചിൻ്റെ ടൈമിലാണ് കഴിക്കുന്നത്, കാരണം എണീക്കാൻ നല്ല ലേറ്റായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കണതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും മുട്ടയും പിന്നെ ചട്നിയും പിന്നെ ഒരു കട്ടൻ ചായയാണ് കഴിക്കുന്നത്. എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ല, എന്നാലും ഇന്നെന്തോ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ആയും അച്ഛനും കൂടി കടയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് മേടിക്കാമെന്ന് കരുതി ലഞ്ചിന്. അങ്ങനെ അച്ഛനും ആയും കൂടെ വന്ന് അവർ രണ്ടുപേരും കൂടെ അടികൂടി അവനൊരു ബിരിയാണി പുറത്ത് കളയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഈദായതുകൊണ്ട് വീട്ടിൽ കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് ബിരിയാണി മേടിക്കുക ചെയ്തത്. അച്ഛൻ അറിയുന്നൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ബിരിയാണി മേടിക്കുക ചെയ്തത് ലഞ്ചിന്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഏപ്പിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണ് എല്ലാവരും കൂടെയാണ് ഫ്രൈഡേയ്സ്, ഒരുവിധം എല്ലാ ഫ്രൈഡേയ്സും ഒരുമിച്ച് തന്നെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അതോടിച്ചു കാലത്ത് ഇന്നത്തെ കളി കളിച്ചതാ. വേണ്ട, ഇവിടെ തട്ടിക്കൂടെ? ഒറ്റയ്ക്ക് അവിടെ തട്ടുണ്ടാന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. ബിരിയാണി സത്യം പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനേ അല്ല. നമ്മൾ ഉച്ചയ്ക്ക് അധികം പുറത്ത് പോകാത്തതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ബിരിയാണി കഴിക്കൽ വളരെ കുറവാണ്. വീട്ടിൽ വെച്ചിട്ടുള്ള ബിരിയാണി തന്നെയാണ് കഴിക്കുന്നത്. ഇത് അച്ഛന് പരിചയമുള്ള ഒരു ഷോപ്പിൽ നിന്ന് അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ എല്ലാവരുടെയും ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആയുവിന് ഫുഡ് കൊടുത്തത്. അത് അവന് ഫുഡ് കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് കാർഡ് കൗണ്ട് ചെയ്ത് കളിക്കുകയാണ്. അപ്പം മെല്ലെ കഴിച്ചാൽ മതിയല്ലോ. പക്ഷേ അവൻ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഒരു ദിവസം ഒരു നേരമെങ്കിലും അവൻ ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിയിരിക്കുകയാണ്. ആയു കാര്യമായിട്ട് ഓരോ കാർഡ് നോക്കിയിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ് അവൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ അവനെ ഓയിൽ പേപ്പറിൽ പരട്ടിയിട്ട് ട്രേസ് എടുക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. അവനങ്ങനെ ട്രേസ് എടുത്ത് വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പേപ്പറിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് എങ്ങനെയാണ് ട്രേസ്, കാർഡ് താഴെ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേസ് എടുത്ത് വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അവസാനം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തെറ്റി. അവൻ അമ്മയുടെ കൂടെ പോയി കിടന്നു റൂമിൽ, ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തെറ്റിയിട്ടാണ് ഈ സംഭവം കഴിഞ്ഞത്. എന്നാൽ അവൻ ചെറുതായിട്ട് വരയ്ക്കാനെല്ലാം തുടങ്ങി. പിന്നെ ഈവനിങ് ആയിട്ടും ആരും അധികം പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാ വണ്ടികളും അവിടെ തന്നെ ഉണ്ട്. ആരും അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് പരിപ്പുവട ഉണ്ടാക്കാമെന്ന് വെച്ചിരുന്നു. ലാസ്റ്റ് മിനിറ്റ് പ്ലാനായിരുന്നു. 1.5 മണിക്കൂർ മാത്രമാണ് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടത്. എന്നാലും പരിപ്പുവട വലിയ മോശമില്ലാണ്ട് വന്നു. പക്ഷേ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റോ ഒന്നും വരുന്നേ ഇല്ല കേട്ടോ. ഷേപ്പും കളറും എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് എന്തോ ഒരു സാധനം മിസ്സിങ് ആയ പോലെ എനിക്ക് തോന്നി. ആയോ ആയോ ആയോ
ചായ കുടിക്കാണോ? നോക്ക് നോക്ക് നോക്കമ്മൂന്ന് അമ്മൂന്ന് നോക്കാം. പറ്റില്ല. വാ പരിപ്പ് വട ഉണ്ട്, പരിപ്പ് വട ചൂട്. വാ ഉണ്ടാക്കിയതാ പക്ഷെ രസമായിട്ട് ടേബിൾ ഗുളിക പാത്രം വന്നിട്ട് ഇത് ചേർ എന്നിട്ട് അത് അടക്കുക. എന്നിട്ട് ഇതൊക്കെ നല്ല സാധനങ്ങൾ ഇത് ഇത് സോഫ പിന്നെ വാ അങ്ങോട്ട് വാ. ഓൾറെഡി എണീറ്റു. ഇരുന്നൂടെ അവിടെ ഏതെങ്കിലും ഇടക്ക് കൂടി ഇരുന്നൂടെ അതല്ലേ പറയുന്നത്. അതിനിങ്ങനെ കഴിഞ്ഞ് നീ എളുപ്പ പണി നോക്കിയതാണ് ഈ എന്നിട്ട് പത്തി കിടന്ന് ഇരിക്കണ്ടേ. അതിന് വേണ്ടിയാണ് അവളെ വന്നാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന് കഴിച്ചു അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും കുറേ ദിവസം ഹോളിഡേയ്സ് ഉള്ളതല്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോവാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഹോളിഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞു വെച്ചൻ. എനിക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ലീവൊന്നുമല്ല, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് അത്ര ദിവസമൊന്നും ലീവില്ല. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് എനിക്ക് ലീവ് കിട്ടിയത്. എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് പുറത്തേക്ക് പോകാൻ ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ മുടി എങ്ങനെ ചെയ്യുകയാലും എ പി എപ്പോഴും വന്നിട്ട് തന്നെ ചീത്ത പറയാം. അപ്പോൾ എ പി പറയാമെന്ന്, ഞാനത് സ്റ്റൈലാക്കി തരാം, ഞാനത് സ്റ്റൈൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എ പി എന്നെ സ്വന്തം കഴിവ് പുറത്തെടുത്തിട്ട് എൻ്റെ മുടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഏത് ടൈപ്പ് സ്റ്റൈലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും എ പി പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എതിർത്ത് പറയാനൊന്നും നിന്നില്ല, ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തു തന്നതല്ലേ. പിന്നെ എന്തായാലും മുടി കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. എൻ്റെ മുടിയിൽ താജ്മഹൽ പണിതത് പോരാണ്ട് എ പി ആയുവിൻ്റെ മുടിയിലും താജ്മഹൽ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടീനെ എ പി വെറുതെ വിട്ടിട്ടില്ല. നമ്മൾ നേരെ പോയത് ജുഫൈറിലേക്കാണ്. അവിടെ കുറച്ച് നേരം ആയുവിന് കളിക്കാനും പറ്റും. ഇപ്പം നിങ്ങളങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരികയാണ്, ഫുഡ് കഴിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് ജുഫൈറിലെ ഫുഡ് ട്രക്കിൻ്റെ ഏരിയ. അവിടെ തന്നെ ഈ ജംബൊലീനൊക്കെ അവൈലബിൾ ആണ്. 1 BD ആണ്, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കളിക്കാം എത്ര നേരം വേണമെങ്കിലും. അപ്പോൾ കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തട്ടുകടയുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഗ്രിൽ ഷോപ്പുകളും തായ്ലാൻഡ് ഫുഡുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും നിങ്ങൾ കുട്ടികളായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആയുവിനെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാറുണ്ട്. ഒരുവിധം എല്ലാ വീക്കെൻഡ്സിലും നമ്മളിവിടെ വന്ന് കളിക്കാറുണ്ട്. അതുകൊണ്ട് അവനിവിടെയൊക്കെ നല്ല പരിചയമാണ്. പക്ഷേ അവനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ പോവാറില്ല കേട്ടോ. കാരണം അവന് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും കൂടെ വേണം എന്ന് അവന് ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാക്കി പോകാറില്ല. അപ്പോഴേക്കും അമ്മയും എ പിയും പോയിട്ട് 2 ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു. ഐസ്ക്രീമിന് എന്തോ ഒരു ടോണിക്കിൻ്റെ ഒക്കെ ടേസ്റ്റായിരുന്നു. എന്ത് ഫ്ലേവറാണെന്നൊന്നും അറിയില്ല. മൾട്ടി കളർ ഐസ്ക്രീം ആയിരുന്നു. ഒരുപാട് ഫ്ലേവേഴ്സ് ഒരുമിച്ചുള്ളൊരു ഐസ്ക്രീം ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മേലത്തെ കോട്ടിങ് ബ്ലൂ കളറൊക്കെ ശരിക്കും ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റായിരുന്നു.
പിന്നെ ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് റെയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു ഫ്രെയിമാണിത് ഇവർ മൂന്നുപേരും കൂടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആയി വന്നിട്ട് പറഞ്ഞു അവന് ഊഞ്ഞാലാടണമെന്ന്. അപ്പോൾ AP അവന് കമ്പനി കൊടുക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കമ്പനി കൊടുക്കാൻ ഞാനും പോയി കേട്ടോ. ഹായ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മര്യാദക്ക് പറയും. നല്ല സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടുത്ത പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ഷോപ്പ് തിരഞ്ഞിറങ്ങി. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുറച്ച് ഗ്രിൽ ഷോപ്പുകൾ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ അവിടെ മൾട്ടിപ്പിൾ ചോയ്സാണ്, ഒരുപാട് ഷോപ്പുകളുണ്ട്. പല പേരിൽ ഒരേ ഐറ്റംസാണ് അവർ വിൽക്കുന്നത്. ഷോപ്പുകൾ ഒരുപാടുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ആണെങ്കിലും വേറെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ലാൻഡ് ഫുഡാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി ഷോപ്പുകൾ. ഇപ്പോൾ ഉള്ളത് ജുഫൈറിലെ ഫുഡ് ട്രക്കിൻ്റെ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ്, ഇപ്പോൾ തായ്ലാൻഡ് ഫുഡ് ഉണ്ട്, പല അറബിക് ആണെങ്കിൽ ഗ്രില്ലുണ്ട്, ഇന്ത്യൻ ഫുഡ് ഉണ്ട് അവിടെ ലാസ്റ്റിൽ, പിന്നെ അങ്ങനെ കുറേ സ്വീറ്റ്സ് ഡെസേർട്ട്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഗ്രില്ല് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെയും ചിക്കൻ്റെയൊക്കെ ഗ്രില്ല് അവൈലബിൾ ആണ്. മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് ചിക്കൻ്റെയും പ്രോൺസിൻ്റെയും ഒക്കെ ഗ്രില്ലാണ്. ഇതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറുത്. അപ്പോൾ ഗ്രില്ല് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത ഷോപ്പ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവർ ലൈവായിട്ട് ഇതൊക്കെ കുക്ക് ചെയ്യുന്നത്. ടിക്ക ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും ഫിഷും പ്രോൺസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചിക്കൻ കബാബുകൾ, ബീഫ് കബാബുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതെന്തിനാ? എനിക്ക് വേണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ടേ? അപ്പോൾ ഒരു കടി നീ കൊടുത്തോ? ഞാൻ ചീനച്ചട്ടിയെടുത്ത് വറുത്താലോ? അല്ലെങ്കിൽ എന്തൊരു ചെയ്യണ്ടേ? ഞാൻ പോലീസ് ഫ്രണ്ടിനെ വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ ഗോപിക ടീച്ചർ വിളിക്കണം. പിന്നെ എന്താ ചെയ്യണ്ടേ? എന്നെ കൈ കടിച്ചു. വാച്ച് എന്റെ കൈ വേണം ഉണ്ടാക്കണേ. വേണ്ട ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മതി എന്തൊരു കാണിക്കണം ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ സങ്കടം പ്ലേറ്റ് വരട്ടണോ? ചിക്കൻ വേണം. ഈ ചിക്കൻ വേണം. ചിക്കൻ ടിക്ക. ചൂടുണ്ട്, ചൂട് നല്ല ചൂടാണ്. അത് മാറ്റിയിട്ട് കൊടുക്ക. അതല്ല, ഞാനിത് എടുക്കട്ടെ. എണ്ണം കുറഞ്ഞു തുടങ്ങിയാൽ ഒരു 3 ഉണ്ട്. ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളുടെയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് ഈ ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് കടലിനോട് ചേർന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. അങ്ങനെ ചൂടൊന്നും, ഇത്രയും ചൂടുള്ള ടൈമായിട്ട് കൂടി നമുക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഹോളിഡേയ്സ് ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇത്ര തിരക്ക് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോപ്പാണിത്. സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഒരു 2 പ്രാവശ്യമാണ് നമ്മൾ ഇവിടുന്ന് സാധനം മേടിച്ചിട്ടുള്ളത്. പക്ഷേ അന്ന് രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ന്യൂട്ടെല്ല ഫ്ലേവർ ആയിരുന്നു. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത്
മിക്സ്ഡ് ഫ്ലേവറാണ്, അതിലൊരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞ്. പിന്നെ ഇത് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്താലും ഓർഡർ ചെയ്തില്ലെങ്കിലും നമ്മൾ അവിടെ വന്ന് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ ഇവർ ഈ മിൽക്കിൻ്റെ കേക്കാണിത്. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഐറ്റം ഞാൻ ഈ മെനുവിൽ കണ്ടില്ല. ഇതവർ തരും, നമ്മൾ ഓർഡർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ കണ്ടാൽ മതി, അവർ തരും. ഇതാണ് ഇവർ ഐറ്റംസ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ളത്, ഇതുവരെ കഴിക്കാത്തതായിട്ട്. ബഹ്റൈനിൽ എനിക്ക് തോന്നുന്നു ഇത് വേറെ എവിടെയും കിട്ടില്ല എന്ന്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കൊഷാറി മിക്സ് എന്നാണ് അതിൻ്റെ പേര്. 2.5 BD ആയിരുന്നു പ്രൈസ്. പക്ഷേ വേർത്താണ്, അത്രയും ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെ സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. വേറെ നമ്മൾ കടകളിലൊന്നും കാണാത്ത ടൈപ്പ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നു കേട്ടോ, കൊഷാറി മിക്സ്. ഇതാണ് ഐറ്റം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. What is the ingredients? This one special blend. This one koshari mix, Nutella and the pistachio and Nutella and the pistachio and the lotus. Okay, special blend. എങ്ങനെയുണ്ട്? എല്ലാം പൊളി. ഒന്നും കേക്കില്ല, സൗണ്ട് ഇറങ്ങുന്നുണ്ട്. അച്ഛനും അമ്മയും ആയും ഒക്കെ വന്നപ്പോഴേക്കും അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഐറ്റം കൂടി തന്നു, കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ഇത് ഫ്രീ ആണ്, അച്ഛനും അമ്മയും വന്നതുകൊണ്ട് തന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ എന്നാ അത്രയേ ഉള്ളൂ. ബായ്.